ഡെവലപ്പറിനകത്ത് ഉള്ള ആളാണ് ഇതുവരെ ഇമ്മോറൽ അടിച്ചിട്ടില്ലാന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇമ്മോറൽ അല്ലായിരുന്നു വിത്തൽജി. അല്ലടാ പിടിച്ച് കൊക്കയ്ക്ക് പിടിച്ചൊക്കെ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാലേ അളിയാ, അങ്ങേരൊന്നുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിരുന്ന് ഗ്രൈൻഡെങ്കിലും ചെയ്യും. ഈ കുണ്ണാളോ ഇങ്ങനെ അപ്പൊ അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ നടക്കും. സത്യം ഇവനൊക്കെ ആണെങ്കിൽ ബോബായിക്ക് ആണെങ്കിൽ എന്തിട്ട് പിടിക്കാനാണെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അളിയാ ഇത് ഞാൻ അടിക്കണം കേട്ടോ, ഇത് അടിക്കാൻ പോണ് അളിയാ. എനിക്ക് നല്ലൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല, സത്യം പറയാളോ, നല്ലൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല അളിയാ. അതായത് നമ്മളെ ഇച്ചിരി ഇതാവടാ, മടിയിൽ നിന്റെ അച്ഛനെ പിടിച്ചിട്ടുണ്ട്. തെണ്ടിക്കുണ്ട് കേട്ടോ, ഒരു തെണ്ടിക്ക് വണ്ടി എടുത്തോണ്ട് പോകുന്നടാ പട്ടി. വണ്ടി എടുത്തോണ്ട് പോയാലും കുഴപ്പമില്ല, ഇവിടെ നിക്കാതിരുന്നാ മതി. എവിടെയെങ്കിലും ഒളിച്ചിരുന്ന വീട്ടിലെ കട്ടി നല്ലതായിട്ട്. ഈ പാൽപാസ മൈരന്മാർ ഇവിടെ നിന്ന് പാട്ട് പാടുന്നു കേട്ടാ. എങ്ങനെ പാൽപ്പായസമായിട്ട് ഉപയോഗിക്കാൻ പോലും എങ്ങനെ ഇവനെയൊക്കെ വൃത്തിയിട്ടാ മാറി. തുടങ്ങി നല്ല ഇടി കൊടുക്കണം, നല്ല ഇടി, നല്ല വെയിറ്റ് ഉള്ള ഇടി കൊടുക്കണം. നിർത്തണം പാട്ടാ, ഇടി കൊടുക്കണം. അത് സത്യം. പാട്ടെന്ന് പറയുമ്പോ ഓർക്കണം, മനസ്സിലായ. അണ്ണനെ സിമ്പിൾ പാട്ട് ഏത് പാട്ട് വേണം? ഏത് പാട്ട് വേണം? ഞാൻ കരിമ്പുലിയെ പിടിച്ചോണ്ടിരുന്നുണ്ട്. ആ കരിമ്പുലി ഇപ്പൊ പെർഫോം ചെയ്യും. കരിമ്പുലിയല്ല, കരിമ്പറിയൻ നോക്കിട്ട് കളിച്ചോ, നോക്കിട്ട് കളിച്ചോ, ഇരുന്നാലും പിന്നെ തൊട്ട് പിടിച്ചോ, പണത്തിന് പഠിച്ചോ, തടിച്ചോ പരിപ്പിച്ചാറ് മേടിച്ചോ, ഗണിച്ചോ ഓടുമ്പോൾ അപ്പൊ ചൊല്ലി മേടിച്ചോ, തടിച്ചോ ഓടുമ്പോൾ കൊണ്ടു മേടിച്ചോ. ഞാൻ കാട്ടിൽ തേടി പിടിച്ചിട്ട് കരിമ്പിൽ ഇപ്പൊ പെർഫോം ചെയ്യും. ഇതുവരെ ഒരു വിളിച്ചു വരുത്തിയതാണ്, ഇങ്ങനെ വേണം. ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തു വന്നാണ്. ഒരു വാക്ക് കത്തിയാടാ, ഈകളുടെ അടുത്തുള്ള കത്തി മാറ്റിയൊക്കെ. എടാ മൂർച്ചയുള്ള സാധനങ്ങൾ ഇരുപടത്തുനിന്ന് മാറ്റി വെക്കാ. അവിടുത്തെ വീശുകളെ ഒരുത്തനെ മെന്റലി ടോർച്ചർ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. കണ്ണാപ്പിയുടെ പല്ല് രണ്ടെണ്ണം ഇപ്പൊ വീണേനെ, കൺഫേം വീണേനെ. ഇടിച്ചേനെ, ഞാൻ മൂക്ക് മറ്റേ പല്ല് പോയി തന്നെ ഇടിച്ചേനെ, അവന്റെ പല്ലളവ് വീണം. ഒരു പറയും വേണ്ട, അടുത്തൊരു പോകാൻ കണ്ടി അനുവദിക്കുന്നതാണ്. ഈസായിട്ട് ലൈവ് ചെയ്ത് തീർക്കാൻ പാകത്തിന് നമ്മള് പാടാൻ പറ്റിയൊരു പാട്ട്. മാറില്ലേ അടിപൊളിയോ കേസ് വന്നാ ഞാൻ ഏറ്റെടുക്കും, നീ അടി. 2000 കൊടുത്തു വാങ്ങിയ വള്ളിന്ന്. ഇനി വേണ്ട
അല്ലല്ല ടെസ്റ്റ് ചെയ്തത് കണ്ണ്. പോയി നിന്നെ എവിടെയൊക്കെ നക്കയും കടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ബിഗ് ഡാക്സ് എടാ ഒരാളെ മറ്റേ മാനസികമായി തളർന്നിരിക്കുന്നു. അതിന്റെ ഇടയിൽ മാനസിക വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവന്മാര് കാണിക്കുന്നത്. ഹനുമാൻ കൊണ്ടുവന്ന ടു ഡോഗ്സ് എന്ന് ബിഗ് ഡോഗ്സ് അല്ല, ബിഗ് ഡോഗ്സ് അല്ല, ടു ഡോഗ്സ് ആണെന്ന്. കമ്മട്ടിപ്പാടം അപ്പൊ അങ്ങനെ സമാധാനം. എനിക്ക് വേണ്ടടാ, ഇത് എടുത്തോ. എനിക്കാ ഞാൻ 80 തരാം. കിടപ്പുണ്ട്. ഒരെണ്ണം കൂടെ അപ്പുറത്ത് കിടപ്പുണ്ട്. എനിക്കൊരു ഇങ്ങനെ ഇവന്മാരെ കൊണ്ട് നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റില്ല. ഇവന്മാരെ കൊണ്ട് നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണേ നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റില്ല. അതാ ഉറപ്പാണ്. 2 വണ്ടി എടുക്കണോ എടുത്തോ? വേണോ? ഞാൻ പറഞ്ഞ ഒരു വണ്ടി പോകുന്നു ഇപ്പോഴത്തെ അവസ്ഥ. ചലഞ്ച് എന്താന്ന് വെച്ചാൽ 2 കളി കൂടെ ഇനി 28 കിലോ അടിച്ച 10,000. അപ്പൊ എന്തൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് സ്ത്രീകളിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കളി. ഞാൻ ഒരു കാര്യം പറയാം, കരോക്കെ എങ്ങനെ പ്ലേ ചെയ്തോ എനിക്ക് കോപ്പറേറ്റ് എല്ലാം മേടിച്ചു വന്നാൽ അടിച്ച് മോന്തി കണാപ്പി അത് പറ. കാലുണ്ടോ കല്ലൂടാൻ ആളുണ്ടോ? തച്ചുണ്ടോ കാലുണ്ടോ തല്ലൂടാൻ ആളുണ്ടോ? തെച്ചെത്തി തൊട്ടുണ്ടോ കച്ചിന്റെ വാലുണ്ടോ? വൈകുന്നേരം കൂടുമ്പോൾ ഇവിടെ ആളുണ്ടോ? ആളെ കണ്ടാ? ആരൊരു മാറി കിട്ടാതെ ഇവിടെ ആരോ വണ്ടി ബാക്കിൽ വണ്ടി വരുന്നേ. ബാക്കി നിർത്തി നിങ്ങളവിടെ നിർത്തേ. നേടിട്ട് വീട്ടിലുണ്ടായിരുന്നോ? തൊട്ട് ഫ്രണ്ട്. അങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്. അയ്യോ എന്റെ തല തന്നെ വീണത്. ഇത് ചുമ്മാ അവിടെ നിന്ന് നിങ്ങൾ ഉള്ളത്തി അവിടെ ഹീൽ ചെയ്തതിനു ശേഷം പ്രശ്നം. ഞാൻ കീഴ വാളിന്റെ എൻഡില് നേരെ അറ്റത്തുണ്ടായിരുന്നു. വേറെ ടീം
അവന്മാർ ഇത്തിരി നേരം അതിനകത്തുണ്ടായിരുന്നോ നമ്മൾ നിന്നേന്റെ അവിടെ? എടാ ബാക്കില് വന്നടാ അവന്മാര്. ഞാൻ എത്ര അടുത്ത് സെയിം ടീമാണ്. അതെങ്ങനെ? അല്ല സെയിം ടീം അല്ലല്ല സെയിം അല്ലടാ, ഇത് വേറെ ടീമാണ്. പെട്ടെന്ന് 4 പേരെ കണ്ടപ്പോഴും സെയിം ടീമാണ്. ഞാൻ ഒരു കാര്യം പറയാല്ലേ, മാറ്റാണ്ട് ഡിന്നർ അടിക്കത്തില്ല നിങ്ങളെ. ഉറപ്പാണ് ഉറപ്പാണ്. നമ്മളിവിടെ കേൾക്കുന്നുണ്ടോ? 90 ടാഗ് ആണ് അവൻ. എന്തൊരു പറയാനാ നോക്കൂ. നീ വിട്ടോ, അല്ലെ അവൻ നിന്റെ കൂടെ കയറി മുട്ടുകാലം തന്നെ ഉണ്ടച്ചിന്റെ അണ്ടി വരെ ഞാൻ കടലിറങ്ങി. ഓ അയ്യോ, പോയി. എനിക്കൊരു പറയാനാണ്. വെളിയിലിട്ട് കഥ അടച്ച് നന്നായി. പൂളിയൊന്നും 1000 ഇവിടെ ഇരുന്ന് കുറുക്കൻ ഊളി ഇടുന്ന പോലെ നിങ്ങൾക്ക് കേക്കത്തില്ലെന്ന് തോന്നുന്നു, നോയ്സ് സപ്രഷൻ ഉള്ളതുകൊണ്ട്. എനിക്ക് കോണം വരുന്നു, സത്യം പറയാലോ എനിക്കാണ് കോണം വരുന്നു. ഞാൻ വല്ല ആരുന്നേ ഒരുത്തൻ ചത്തേനെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഒരുത്തനെ തീർത്തേ 24 സ്ട്രീമിന്റെ അകത്ത് ഒരുത്തൻ ചത്തെന്ന്. എനിക്ക് പറ്റൂല, എനിക്ക് സത്യം പറ്റൂല ഇങ്ങനത്തെ ഞാനാണ് ഒരുത്തിനെ തീർത്തേനെന്ന്. പ്രത്യേകിച്ച് അതിന്റെ ശബ്ദം കേൾക്കണം രണ്ടെണ്ണത്തിന്. മറ്റേ എന്തൊരു വൃത്തികെട്ട ശബ്ദമാണോ ഇങ്ങനെ കിട്ടി ഇങ്ങനത്തെ. മെമ്പർഷിപ്പ് ഓപ്ഷൻ ഇല്ലല്ലോ ബ്രോ, പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. KQRC അണ്ണ ഈ ലൈവ് നിർത്തുന്നതിന് മുമ്പ് ബോഡി ക്യാൻ ഡ്രൈവ് ബ്രോ. ഇതൊക്കെ കഴിക്ക്. അങ്ങനെ അല്ലല്ലോ നമ്മളെ കഥവേ കിടന്ന് അടിക്കുന്നടാ, കരോള് കൊട്ടുന്ന പോലെ. അയ്യോ, ഒരാളെ കൊന്നു വെച്ചിരുന്ന മര പിന്നെ വരത്തില്ല. കാര്യമായിട്ട് പറയടാ, നീ കാര്യമായിട്ട് പറ അമ്മടുത്ത്, ചുമ്മാ ഇരിക്കേ. ഇതാര് ബുള്ളറ്റാ? ജീവനോടെ ഉണ്ടാ നീ? ബുള്ളറ്റും ഫ്ലഫും ഇന്നലെ കിടന്ന് തമ്മി തള്ളണ്ടാടാ. എന്തിനാണോ അവ ആദ്യം ഞാൻ ചുമ്മാ സംസാരിച്ച ആള് പയ്യെ ശബ്ദമൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് മിണ്ടായിരുന്നു. അതാണെങ്കിൽ അവൻ പിന്നെ എന്നോട് ഉടക്കാൻ വരുന്നു. നിങ്ങൾ രണ്ടേ തരമുണ്ട്, കുഴപ്പമില്ല. രഘുലിന്റെ വിളി കേട്ടു ഞാൻ അവിടെ, രഘുലിന്റെ വിളി കേട്ട്. അണ്ണൻ തീർന്നു. അണ്ണനെ നമ്മൾ ഒറ്റ ഷോട്ടിൽ വീഴ്ത്തി. ലാസ്റ്റ് ഞാൻ അവിടെ ഒരു ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു അകത്ത് ഫോണും ചെട്ടി പിള്ളേർത്ത് ആയിരങ്ങളെല്ലാം കൂടെ ഇത് നിനക്ക് വേണം. ഞാൻ അതാണ് നീ എന്തിനു ഇവന്മാരെ ഇവിടെ കാശ് കൊടുത്ത് സത്യം കാശ് കൊടുത്ത് കുരയ്ക്കുന്ന പട്ടികളെ മേടിച്ചു. സോയ ഗെയിമിംഗ് ഈഗിൾ കേൾക്കേണ്ടത് ഈസി എന്ന് പറഞ്ഞിട്ട് 100 rupees. സോയ ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. ലെവൽ 2 ഹെൽമെറ്റ് എങ്ങനെ കണ്ടത്? 6 വേണോ? 6 ആർക്കെങ്കിലും? എനിക്ക് കാണാമല്ലോ. എനിക്ക് സ്നൈപ്പർ കണ്ട മാർക്ക് ചെയ്ത് തരുമോ? സ്നൈപ്പർ താഴത്തെ ഏറെ കണ്ടാ മാർക്ക് ചെയ്ത് തരും. ആരെയും ചെയ്യാറില്ല. 5 പോയിന്റിന്റെ ഞാൻ 2 സ്കോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ. ഇതാ ഇവിടെ രേഖ 5 പോയിന്റ് മതിയോ? വെക്കാൻ വേണ്ട.
എടാ ഞാൻ ഒരു കാര്യം പറയാം മയിലുങ്ങളെ, ലാസ്റ്റ് 1 മണിക്കൂർ ഞാൻ സ്ട്രീമിങ് തരാം, എടുത്തോ നീയൊക്കെ. അതുവരെ കുണ്ണത്ര രഘുലേ അടിച്ച് ഞാൻ കീർത്തരും, ഒരു സംശയം വേണ്ട അളിയാ. അടിച്ച് ഞാൻ വെച്ച് കീർത്തരും, ഒരു സംശയം വേണ്ട അതില്. ഇനി ഇരുന്ന് കൊണ പറഞ്ഞ കൊറേ നേരം കൊണ്ട് നിന്റെ സൂപ്പർ അണ്ടിയും കൊണ്ടിരിക്കണ് പന്ന കൊളയട്ടപ്പുണ്ട അണ്ടി. എന്തുവാടാ കുണ്ടമയില്? പോലെ ഭ്രാന്തെടുപ്പിക്കും കേട്ടോ ഉമ്മാരെ അടുത്ത് എന്നിട്ട് പിണങ്ങി കരയണം കേട്ടോ, ഇത്രയും ചെയ്തു വെച്ചിട്ടേ. അതെ നീ ഉറങ്ങിയ സമയം, നീ ഉറങ്ങിയ 3 മണിക്കൂർ. ഇതെടുത്തോ ഇതെടുത്തോ ഇതെടുത്തോ. സ്നൈപ്പർ തരുമല്ലോ മ്യൂട്ടന്റെ. നൈറ്റ് വേണം, നൈറ്റ് എടുത്തോ. സരക്കണം പോയ വണ്ടി എടുത്ത് സരക്ക് ട്രിവാൻഡ്രത്ത് കൂടുതലെത്തുന്ന താമസം. വണ്ടിയുടെ എന്ത് ഇറിറ്റേറ്റിംഗ് അടകുമാര്. റെഡ് സ്റ്റോൺ ആണ്. തലവീണ് ചാവാൻ ക്രാഷ് ആയി പോയാ? ഹലോ ക്രാഷ് ആയത്? ഇല്ലല്ലോ, ഒന്ന് നെറ്റ് ജസ്റ്റ് പോയത്. അണ്ണാ ഫോൺ വിളിച്ച് പറയണ്ണ. വലുതീ വണ്ടിയുടെ മൈരന്മാരെ 3, 2, 1. അതൊന്നും വിചാരിക്കുന്നു. ടീകളെ സമ്മതിക്കണം സഹിക്കുന്നു. സോയ് ഗെയിമിംഗ് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയം ഉണ്ടെന്ന് പറയില്ല ബ്രോ. പാട്ടൊക്കെ അവർക്ക് ഒരു പാട്ടൊക്കെ സെന്റൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. കിട്ടാല
സ്മോക്ക് വേണോ? ശവം കത്തിയ നല്ലപോലെ പുക വരും. കത്തിച്ചു വെക്കോ കത്തിക്കട്ടെ. എടാ അത് ഓണാക്കല്ലടാ, ഓണാക്കല്ലടാ, ഓണാക്കല്ല. പവർ നല്ല വലിക്കും. താഴാടാ താഴടിയാണ് താഴടി. ഏത് കോമ്പൗണ്ടിലാ? ഈ തൊട്ട് താഴത്തെ ആണോ? അല്ലല്ല, ഇവിടെ ഇവിടെ ഈ ഒരു ഇവിടെ അല്ലെങ്കിൽ ലെഫ്റ്റിലെത്തെ ലെഫ്റ്റിലെത്താണെന്നാണ് തോന്നുന്നത്. ലെഫ്റ്റ് കോമ്പൗണ്ടിലാണെന്നാണ്. അവനെ പുഷ് ചെയ്തിടോ, അവനെ പുഷ് ചെയ്തെടുത്തോ, അല്ലെ കാര്യമില്ല. ക്ലോസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്. അവനെ എടുക്കുക, അവൻ നോക്കല്ലേ, ലോൺ തരുന്നു. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒന്ന് അടിയടാ. ഒരുത്തനോടെ ഉള്ളായിരുന്നു. ജിതിൻ ജോയ് ബ്രോ താങ്ക് യു സോ മച്ച് 19.99. അമ്മയുടെ പച്ചക്കുപ്പി വാങ്ങാൻ പറഞ്ഞു കിടന്നു. അത് തെറ്റല്ലേ ബ്രോ? അയ്യോ ആര് പറഞ്ഞു തെറ്റ് ശരിയാക്കാം. അവിടെ ഇവന്മാര് ഈ അലപ്പും വെച്ച് ഇതും കളിച്ച് എങ്ങനെ നമ്മളെ ഈ ഡിന്നറും കളിക്കും കളിക്കാൻ നടക്കില്ല. സത്യം പറയാൻ ശല്യം തന്നെ. 10 രൂപയ്ക്ക് ഗുണമുണ്ട്, 10 രൂപയുടെ ഗുണമുണ്ട് അവനെ കൊണ്ട്. ഇവനൊക്കെ കുനിഞ്ഞു നിന്നാ പോലും ആരും 10 രൂപ എടുക്കൂല. നമ്മളിവിടെ കഷ്ടപ്പെട്ട് 2 ചലഞ്ച് ചേർത്ത് വല്ല പൈസ ഉണ്ടാക്കുമ്പോ അവനൊക്കെ അല്ലേ ഇല്ലത്തി ഇവന്മാർ 2 രൂപ കുഴിച്ച് നിന്നാലും 10 രൂപ എടുക്കൂല്ല. നമ്മളിവിടെ കഷ്ടപ്പെട്ട് 2 ചലഞ്ചിട്ട് ലൈവ് രഘുലേ കൈവാക്കിനിരിക്കണം. മോന്ത തീർത്തിയാൻ തരും, ഒരു സംശയം വേണ്ട. ഇനി മോന്ത തീർത്തിയാൻ തരും. കേക്കത്തില്ല. ബാബുഷേട്ടിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ബാബുഷേട്ട് ഫോൺ വിളിച്ച് ട്രാവിസ് സ്കോട്ട് എന്ന് പറഞ്ഞ ഗായകൻ പാടിയ സഹപാഠിയായ ഗായകൻ പാടിയത് നമ്മളിവിടെ പാടാൻ പോണ്. താളം പിടിച്ചോ. Let's come outside. Yeah, check your time. Get your light. Yeah, get your time. Yeah. ഞാൻ പറഞ്ഞ ഒരുത്തനെല്ലാം കൊന്നിട്ടേ അവിടെ ഞാത്തി ഇട്ടാ തിരിഞ്ഞ് കസേര തിരിക്കണം. കറങ്ങി കസേര കറങ്ങുന്നതിന്റെ അവിടെ കൈ ഇങ്ങനെ കൈ വാക്കിട്ട് ഒരു നല്ല ബലമുള്ള സാധനം എടു. രണ്ടെണ്ണം കറങ്ങി വിടും. ഒരൊറ്റ കറക്കത്തിൽ 2 എണ്ണം പോയി പോയി കറണ്ട് പോയി. ഡബിള് പോയെന്ന് തോന്നുന്നു. ഡബിളിന്റെ പെട്ടെന്ന് പോയി. എന്റെ കറണ്ടൊന്നും പോയില്ല. എന്റെ കറണ്ടൊന്നും പോയില്ല. ഹലോ എല്ലാരും കണ്ണീരൊക്കെ തുടച്ചു വെച്ചോളൂ. പാട്ട് കേട്ടാരും കരയരുത്. മൂത്രം ഒഴിക്കാതിരിക്കുകയാണ് കണ്ണീരോടെ കണ്ണീരാടുമ്പോ. അഡ്വക്കേറ്റിനെ ഞങ്ങൾ വിളിക്കാം. ഒരുത്തിനെ തീർത്തോ. താങ്ക് യു സോ മച്ച്. സന്ദീപ് ബ്രോ താങ്ക് യു സോ മച്ച് 1.99 പൗണ്ട്. അജിത് അജു ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണന്റെ സഹന ശക്തിക്ക് എന്റെ വക. താങ്ക് യു സോ മച്ച് 40. അണ്ണന്റെ കറണ്ട് പോയേ, അണ്ണന്റെ കറണ്ട് പോയേ, അണ്ണന്റെ കറണ്ട് തായേ, അണ്ണ നീ കേട്ടിട്ടില്ല പോലെ വേണം
ഞാൻ പാട്ട് പാട്ട് വേണം ഒരു ലിറിക്സ് തരക്കണ്ണന്റെ ഒരു ലിറിക്സ് കണ്ണാലെ പോകും എന്നാപ്പി എന്റെ കയ്യിൽ ഇനി നീ കിട്ടുന്നതിന് അന്ന് എന്റെ ചെള്ള തീർത്ത് രണ്ടെണ്ണത്തായി ഞാൻ ഉറപ്പ് പറയണം ഇത് നീ ഓർത്ത് വെച്ചോ. കേക്കത്തില്ല. ഇല്ല നീ ഒന്ന് പറഞ്ഞേരെ ചാടിക്കൊണ്ടിരിക്കുക ഞാൻ. നിന്റെ അച്ഛന്റെ കാലിന്റെ പുണ്ടച്ചി മോനെ ഇറങ്ങി പോടാ വനം. ടീമുണ്ട് മൂഞ്ചി ഓ കേറാനും പറ്റുന്നില്ല ഇവിടെ അളണ്ടാ